വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഖിത. ഞാൻ ഇത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ്. അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം, ഒരു പാക്ക് യൂസ് ചെയ്ത് എന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കൊറിയക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അവർ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീം റെറ്റിനോളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ ഹോം മെയ്ഡ്, നമുക്ക് വീട്ടിൽ തന്നെ ആ ക്രീം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം, കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. നമ്മുടെ മുഖത്തെ ചുളിവുകൾ, ഫൈൻ ലൈൻസ്, ഒരു ഡൾനെസ്, അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാന്ന് ഞാൻ പറയും. നിങ്ങൾക്കൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ക്രീമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ക്രീം പോലെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. ഒരു 7 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമോ, നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും. ഇതുവരെ നിങ്ങളൊരു ഹോം മെയ്ഡ് പാക്കും ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് യൂസ് ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നെ നന്നായിട്ട് അകത്തു നിന്ന് റിജുവിനേറ്റ് ചെയ്യാൻ, നറീഷ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ 1 ടൈം പ്രിപ്പയർ ചെയ്ത 7 ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ സാധനമാണ് കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ആ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. പിന്നെ 1 ഡേയ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 1 ഡേ പ്രിപ്പറേഷൻ കൊണ്ട് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അത് ഞാനിവിടെ വൃത്തിക്ക് കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പച്ചരിയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ പച്ചരി വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പച്ചരി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞ് വെച്ച വാഴ ഒരു പാനിലേക്ക് മാറ്റി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ടിട്ട് 600 ml, അതായത് 3 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നുണ്ട്. കാരണം പഴത്തിൻ്റെ തൊലി നന്നായിട്ട് കുക്കായി വരണമല്ലോ, അതുകൊണ്ടാണ് 600 ml. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യും. എന്നിട്ട് അതൊന്ന് ബോയിലായി തിളച്ച് വരുന്ന സമയത്ത് പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമുക്കറിയാം പഴത്തിൻ്റെ തൊലി അതുപോലെ തന്നെ പച്ചരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ്. ഡൾനെസ് മാറ്റാനായിട്ട്, നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര നല്ലതാണ് പഴത്തിൻ്റെ തൊലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം കേട്ടോ. ഇനി ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇവിടെ. ഇനി അടിച്ചെടുത്ത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട, അത് നമ്മളൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോട്ടൺ തുണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പയാണ് കേട്ടോ. അപ്പോൾ അരിപ്പയിൽ അരിച്ചെടുത്താലും മതി. അത് മസ്റ്റായിട്ട് നിങ്ങൾ അരിക്കണം, എന്നാലേ നിങ്ങൾക്കത് ക്രീം പോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് അതിൻ്റെ വേസ്റ്റ് പോലെ വരും. അപ്പോൾ അതെടുക്കണ്ട, നന്നായിട്ട് അരിച്ച് വന്നിട്ടുള്ള സാധനം നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അരിച്ച് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേസ്റ്റായിട്ടും പോയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ലതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഒരു പാക്ക് പോലെ, എന്നിട്ട് കഴുകിക്കളഞ്ഞാലും മതി. ക്രീം ആക്കുന്നതുകൊണ്ടാണ് ഞാനൊരു നല്ലൊരു തിൻ പേസ്റ്റ് പോലെ ഞാനിവിടെ അരിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാമ എർത്തിൻ്റെ അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീ ട്രീ ഓയിലാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മുഖത്ത് പുതിയൊരു പാക്കോ ക്രീമോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുരു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ടീ ട്രീ ഓയിൽ. ഇവിടെ ഞാൻ അലോവേറ ജെൽ എടുക്കുന്നത് ഈ ഒരു സ്പൂണിന് 3 ടേബിൾ സ്പൂണോളം അലോവേറ ജെല്ലാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1 വീക്കിലേക്കുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്രീം ആണെങ്കിലും നിങ്ങൾക്ക് ഇത് 1 ടൈം യൂസ് ചെയ്തിട്ട്, നമുക്ക് ക്രീം ആണെങ്കിലും നിങ്ങളിത് ഓവർനൈറ്റ് വെക്കണമെന്നില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള ടീ ട്രീ ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 1 വീക്കിലേക്കുള്ള ക്രീമിന് വേണ്ടിയിട്ട് 5 ഡ്രോപ്സോളം ടീ ട്രീ ഓയിലാണ്. ഇനി ഞാൻ നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളമയം പോലും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നറിലേക്ക്, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പാക്ക് പോലെ യൂസ് ചെയ്യുവാണെങ്കിൽ 50 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിനുശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓവർനൈറ്റ് ആയിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു 50 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ പാക്ക് വെക്കാനായിട്ട്. ഇനി ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈയും കൂടെ ചെയ്ത് കാണിക്കാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെറ്റിനോൾ നൈറ്റ് ടൈം ക്രീം, അതും കൊറിയക്കാർ യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ വെള്ളമയൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിലേക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് 7 ഡേയ്സ് ഇത് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഫുൾ ബോഡി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഫേസിൽ ഒരു ക്രീം പോലെ അപ്ലൈ ചെയ്ത് എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് എമൗണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് എമൗണ്ട് പോയി നമ്മളൊരു ക്രീം പോലെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഇത് നമ്മളൊരു തിൻ ലെയറായിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാനാണ് കേട്ടോ. ഭയങ്കര നല്ല റിസൾട്ടാണ്. ഒരു തിൻ ലെയർ പോലെ അപ്ലൈ ചെയ്താൽ മതി. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.